ഫ്രണ്ട്സ്, ഇതിൽ സിസ്റ്റേഴ്സ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ ഒപ്പ വൈകുന്നേരമൊക്കെ കടിയൊക്കെ ഉണ്ടാക്കട്ടോ. എൻ്റെ ഒപ്പ ചായയാണ് കേട്ടോ. ഞാനൊക്കെ ജ്യൂസാണ്. എൻ്റെ ഒപ്പം ജ്യൂസ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാതും ഉണ്ടാക്കുന്നത് ഞാൻ തൊട്ടൊക്കെതാട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ വീട്ടിൽ ഉണ്ടാവുമല്ലോ, ലൈക്ക് ചെയ്യണം കേട്ടോ. കമൻറ്റിൽ കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഇതാക്കാം കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ നോങ്കൽ, പക്ഷെ ഞാൻ പറയുന്നത് ജെല്ലിയാപ്പിൾ നാട്ടോ. എൻ്റെ മുച്ചും പച്ചൊക്കെ പറയൽ നൊങ്ക് നാട്ടോ. ഞാനാണത്. എനിക്കിപ്പോൾ വെച്ച് തരാട്ടെ. എൻ്റെ നിഹമോൾക്ക് പറ്റിയില്ല കേട്ടോ. എനിക്കൊക്കെ ചെറുതായിട്ടൊക്കെ പറ്റി. ഞങ്ങൾ കസാരട്ട് കണ്ടായ്മ ഇങ്ങനെ നിന്ന് കേട്ടോ. കസാരമ്മ നിന്ന് അപ്പോൾ അന്ന് ഇത് ബ്രെഡാട്ടോ. നമ്മൾ ബ്രെഡ് മൊക്കെ പോയി കേട്ടോ. ഇനി നമ്മൾ വേറെ സാധനമായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ മുളകും തക്കാളിയും ഉള്ളിക്കൂടിയാട്ടോ. നമ്മൾ ബ്രെഡ് പീസ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ എൻ്റെ അമ്മ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഒരു ബ്രെഡ് പോയി ഉണ്ടാക്കുന്ന ഇടയിൽ കേട്ടോ. സെക്കൻഡ് ഉണ്ടാക്കുന്നതിൽ ഇടയിൽ അതിലത്തെ ഒരു ബ്രെഡ് അങ്ങോട്ട് വീണ് കേട്ടോ. നിലത്തേക്കല്ല കേട്ടോ, ഇവിടേക്ക് ഇങ്ങനെ അവിടേക്ക് വീണ് കേട്ടോ. അടുപ്പിൻ്റെ അവിടേക്ക് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഉപ്പും പിന്നെ പിസ്സൊക്കെ ചേർക്കേണ്ട ഒരു സാധനം കൂടി ഇട്ടെടുത്തു കേട്ടോ. എന്നിട്ട് നല്ല ഇതാക്കാം മിക്സ്. എന്നിട്ട് ഇതിൻ്റെ ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കട്ടോ. പാലൊഴിച്ച് കൊടുക്കാം. പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കട്ടോ. ഇപ്പോൾ ജ്യൂസ് അടിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഈത്തപ്പഴം അരച്ചെടുത്തിട്ട് മിക്സി ചേർത്തുണ്ട് കേട്ടോ. അയക്കാണ് അത് ഒഴിച്ച് ആക്കി കൊടുത്തിട്ടോ. എന്നിട്ട് പിന്നെ ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മളിതാ പിന്നെ ബ്രെഡ് പിസ്സ കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ. അപ്പോൾ ബ്രെഡ് പിസ്സ ബ്രെഡ് ഇങ്ങൊന്നും കൂടെ ഇട്ടിട്ടോ. ഇനി ഗ്ലാസ് അട്ടിനൂടെ വെക്കാൻ പോകുന്നത്. ഗ്ലാസ്സിലേക്ക് സ്പൂൺ വെച്ചെടുത്തു. ഇത് മുട്ട പൊട്ടിച്ചിട്ട് ദിക്ക് ഇട്ടിച്ചെടുത്തിട്ടോ. ഞാനും ഇട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനും മുട്ട ഇട്ടിച്ചെടുത്തിട്ടോ. ഞാൻ വന്നപ്പോഴേക്കും ഇടാനൊരു പൂരി മുട്ടിട്ടോ. അപ്പം നമ്മളിതാ മുട്ട ഇട്ടിട്ടോ. അപ്പം ഞാനും നിഹമോളും കൂടി ഇളക്കണം തിരക്ക് കൂടിട്ടോ. അടുപ്പ് നിഹമോളിൻ്റെ കേട്ടോ. നമ്മൾ മുട്ട പൊട്ടിച്ചിടാൻ നിൽക്കാൻ കേട്ടോ. ഇങ്ങനെ പൊട്ടിക്കാൻ അറിയില്ല. നമ്മൾ ശ്രമിച്ചൊക്കെ കൈ അതിൻ്റെ ഉള്ളിൽ കിട്ടോ പൊട്ടിച്ചിട്ടോ. നമ്മളിതാ പിന്നെ മിക്സ് ചെയ്തിട്ടോ. എൻ്റെ നിഹമോൾക്കും ഇളക്കണം വാശി പിടിച്ചു. പിന്നെ എൻ്റെ നിഹമോള് ഇളക്കിട്ടോ. ഉപ്പിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടോള്. പിന്നെ ഞാൻ ഇറക്കിട്ടോ ഇളക്കാൻ നിൽക്കണം. പാലൊഴിച്ചിട്ടോ. പാല് കുറച്ച് പോയി ഇങ്ങോട്ട് ഇട്ടോ. അപ്പം നമ്മൾ പാലൊഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ. മിക്സ് ചെയ്തിട്ട് കുറച്ച് ഞാനിങ്ങനെ എടുത്ത് നോക്കിട്ടോ. എൻ്റെ ഒപ്പം അതിന് ആ ജ്യൂസ് എടുത്ത് നിൽക്കാൻ സ്പൂണെടുത്ത് കണ്ടൊന്ന് എടുത്ത് നോക്കിട്ടോ. ജ്യൂസൊക്കെ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതാ ഒരു കപ്പുണ്ട് കേട്ടോ. ജഗ്ഗൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടോ ജ്യൂസ്. നമ്മളെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി കുടിച്ചപ്പോൾ. നമ്മൾ ഉപ്പിടുത്ത് കണ്ട് കളിക്കാൻ ഞാൻ ഒത്തിരി വട്ടം തിന്ന് നോക്കി.
പിന്നെ നമ്മുടെ ബ്രെഡ് ഇത് റെഡി ആവാൻ ഇത് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതാക്കിയത് പാലൊക്കെ ചേർത്തില്ല. ആ മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതാ പിന്നെ നമ്മൾ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ബ്രെഡ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കേട്ടോ ഉപ്പിട്ടിട്ടോ ഇതൊക്കെ ഇടുന്നുണ്ട്. ചീസ് ഇട്ട് കൊടുക്കിട്ടോ എൻ്റെ അമ്മ ഇട്ടിട്ടോ അങ്ങനെ. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പിന്നെ ആ ചൂടാവാൻ വെച്ചിട്ടോ. എന്നിട്ട് മൂടി വെക്കണം കേട്ടോ. ഞാൻ മൂടി വെക്കേണ്ട അപ്പം നമ്മൾ നിഹമോളെ ഉമ്മ തൊട്ടി ഉണ്ടാക്കി കൊടുത്തു. അവൾ അതിൽ പാക്കുട്ടി വെച്ചിട്ടോ. ഇതിൻ്റെ കുട്ടിയാണ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പാക്കുട്ടി വെച്ചിട്ടോ. പിന്നെ അവിടെ ബോൾ ഉണ്ടായിരുന്നു കേട്ടോ അവളെ വെച്ചപ്പോൾ. ഇത് ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നതാ എത്തി. ടെൻറ്റിൽ കല്യാണമൊക്കെ വെച്ചിട്ടോ. ഉമ്മനോട് ഷാലൊക്കെ പറഞ്ഞു എനിക്ക് തൊട്ടിണ്ടാക്കി തരാം. ഉമ്മ തൊട്ടിണ്ടാക്കി പാപ്പത്തിയാലെ വെച്ചിട്ടോ. ആ രണ്ട് തൊട്ടിനുള്ളിൽ അരയിലിട്ട് പറഞ്ഞ പുലാപ്പൂടെ ഇന്ത്യക്കും പുലാപ്പൂ അവിടെ വെച്ചു. അപ്പൊ പിന്നെ ഒരു ബോൾ പിന്നെ നമ്മൾ ഇത് റെഡി ആയിട്ടോ. ഒന്നാമത്തത് ഈ പിസ ഇത് റെഡി ആയിട്ടോ. ഗൈസ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് തിന്ന് നോക്കിയപ്പോൾ എൻ്റെ നിഹമോളിക്ക് വേണ്ടെന്ന് പറഞ്ഞു കൊലായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഞാൻ എൻ്റെ താത്തനെ ഉണർത്തിട്ട പിന്നെ എൻ്റെ ഇത്ത ഉണർന്നു വന്നപ്പോൾ അവളും കെട്ടിപ്പിടിച്ചു. അപ്പം ഞാനും വാശി പിടിച്ച് എന്നെയും കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ നിഹമോളെ കെട്ടിപ്പിടിക്കാമെന്ന് പറഞ്ഞാൽ അവളെ മൂന്നാളും കെട്ടിപ്പിടിച്ചു. ഇനി രണ്ടാമത്തെ പീസയും റെഡി ആയിട്ടോ. എൻ്റെ ഇത്തത് എൻ്റെ അനിയത്തി കേട്ടോ പിണങ്ങിയേക്കുന്നു കേട്ടോ. അവൾക്കിത് ഇഷ്ടമല്ല എന്ന് പറയുന്നു കേട്ടോ. പനി ഇപ്പൊക്കെ ചീത്തിട്ട് പറയട്ടെ. എൻ്റെ ഉപ്പ പറഞ്ഞു എനിക്ക് പിസ തന്നില്ലാന്ന്. അവൾക്ക് ഇഷ്ടപ്പെടാത്തതാണ് അവൾക്ക് എൻ്റെ ഉപ്പ പറഞ്ഞു അവൾക്ക് കൊടുക്കണേ. അവൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തല്ലാന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് കൊല്ല ഇത് കേച്ചിട്ടോ. കേച്ചത് ബാക്കി വെച്ചിന്ന് കേട്ടോ. അത് എനിക്കും എൻ്റെ ഇത്താക്കും തന്നു. ഞങ്ങൾ കൊലയ്ക്ക് പോകും കേട്ടോ. ഞങ്ങൾ കൊലയെന്നാണ് എപ്പോഴും ചായ കുടിക്കാറട്ടെ. ഞങ്ങൾ ആ പ്ലേറ്റ് വേണം ഈ പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് തരിക്കൂടിയ ആ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടാന്ന് ഉപ്പെടുത്തോളും എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ആ പിങ്ക് പ്ലേറ്റിലേക്ക് തിരക്കാണ്. ഞാനെൻ്റെ താത്തിൻ്റെ കുട്ടിയൊക്കെ ഇത്തിങ്ങോട് ഞാനും നല്ല തിരക്കിടും കേട്ടോ. അപ്പം എൻ്റെ ഉപ്പ ആ പ്ലേറ്റ് എടുത്തിട്ടോ. നമ്മൾ എൻ്റെ മോൻകാക്കന് തന്ന് തറവാട്ടക്കും കൊടുത്തേച്ചിട്ടോ. ആ പ്ലേറ്റ് തറവാട്ടിന് തന്നെയാണ് കേട്ടോ. എൻ്റെ മോൻകാക്ക ആ തറവാട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അവർക്കൊക്കെ കൊടുത്തില്ലെങ്കിൽ മോശമില്ല, അതുകൊണ്ട് കൊടുത്തിട്ടോ. പിന്നെ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടോ. അപ്പം നമ്മൾ ഇടപ്പാക്ക് മൂടി തുറക്കാൻ ചെയ്യില്ല. പിന്നെ എങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ജ്യൂസ് ഒഴിച്ചെടുക്കുക ഗൈസ്. പിന്നെ നമ്മളിതാ എല്ലാതും എടുത്ത് അങ്ങോട്ട് പോകാൻ കേട്ടോ ഗൈസ്. ഇടപ്പ ജ്യൂസ് ഒന്ന് കൂടി ഒഴിച്ചു കേട്ടോ.
പിന്നെ നമ്മളിതാ തേങ്ങല്ല പിസ്ത അരച്ചത് ജ്യൂസിക്ക് ഇട്ടിട്ടോ. അപ്പോൾ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തി അത് കുറച്ച് ബാക്കിയിട്ട് വേണ്ടത്. അപ്പം എൻ്റെ ഉപ്പ വാശി പിടിച്ചിട്ടോ എൻ്റെ ഉപ്പ. അപ്പോൾ ഉപ്പാക്ക് ദേഷ്യം പിടിച്ചപ്പോൾ എൻ്റെ ഉമ്മ കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ കുടിച്ചു. പിന്നെ ഇങ്ങനെ കുടിപ്പിച്ചപ്പോൾ അവൾ മൊത്തം കുടിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ തിന്നു പറഞ്ഞില്ലേ, ഞങ്ങൾ തിന്നിട്ടോ. ഉമ്മ എടുത്ത് വെച്ചിട്ടോ. എൻ്റെ ഉമ്മ പറഞ്ഞു കുറച്ച് ഇത്തച്ചാള എൻ്റെ മോൻകാക്കാക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മളിതാ നല്ല എൻ്റെ അപ്പാക്ക് ചായ കേട്ടോ. ഇപ്പം തീരെ ജ്യൂസ് കുടിക്കലില്ലേ, ഞങ്ങളും ജ്യൂസൊക്കെ കുടിക്കലുണ്ട് കേട്ടോ. അപ്പം ആ ഗ്ലാസ്സിലൊന്നുമില്ല, വെറുതെ ആ സ്പൂൺ ഗ്ലാസ്സും വെറുതെ വെച്ചതാട്ടോ കാര്യം. എൻ്റെ പറ്റി വലിയ കുറ്റി ഗ്ലാസ്സിലാട്ടോ ചായ കുടിക്കുക. അതിൽ മൊത്തം ചായ വേണം കേട്ടോ കാര്യം. അപ്പോൾ ചൂടുള്ളപ്പോൾ ഒന്നും കുഴപ്പമില്ല. ഞാൻ ആ പിസയിൽ മുളക് കടിച്ചു കയറിയിട്ട് ഞാൻ ജ്യൂസും കുടിച്ച് എൻ്റെ പനി ചായയും കുടിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓരോരുത്തരും കൊണ്ടുപോട്ടെ. ആ ജ്യൂസ് ഗ്ലാസ് അയക്കനെ വെച്ച് ഞങ്ങൾ പോവാണിട്ടോ കാര്യം. എൻ്റെ ഉപ്പാക്ക് ചായ കസാര അങ്ങോട്ട് നീക്കിട്ടോ. പിന്നെ എൻ്റെ കൈമ തട്ടി നീക്കുമ്പോൾ പിന്നെ നമ്മളിതാ ഇങ്ങനെ കുടിക്കാൻ നിൽക്കാട്ടോ. ഞാൻ നടുവിലിരിക്കണമെന്നിപ്പോൾ വാശി പിടിച്ചു. ഇന്നലെ എൻ്റെ നിഹമോളി നിന്നിരുന്നു. പിന്നെ എനിക്ക് ഇരിക്കണം. കസാര അവിടെ ബാക്കിൽ നിന്നിട്ട് അത് ഞങ്ങൾ അങ്ങോട്ട് നീക്കിയത്. ചായ കുടിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു പൂതിയല്ല, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ കുടി തിന്നു കേട്ടോ. ഞാൻ നീച്ച കൊടുത്തു വെക്കാം, അതങ്ങോട്ട് നീക്കാൻ. അപ്പം നമ്മൾ നീക്കിട്ടോ. വൈകുന്നേരമായപ്പോൾ എൻ്റെ ആപ്പാൻ്റെ മോനും ഇവിടെ കളിച്ചിട്ടോ കുറച്ച് നേരം. വൈകുന്നേരമായപ്പോൾ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ ആപ്പാൻ്റെ മോനും സമാനും സമാനാണ് അവൻ്റെ പേര്, അവനും കൂടി കളിച്ചു. എൻ്റെ കാക്കാനെ പോലെ പോയപ്പോൾ അങ്ങനെ ആക്കി. പിന്നെ നമ്മൾ ഷൂസ് നല്ല ചളി ഉണ്ടായി. എൻ്റെ ഉമ്മ കേക്ക് എടുത്തായി അവിടെ മതിലിൻ്റെ മേലെ വെച്ചിട്ട്. പിന്നെ എൻ്റെ രാത്രി അതുണ്ട് കേട്ടോ ഒരു മുട്ടായി എൻ്റെ പപ്പ കൊടുന്നു കേട്ടോ തറവാട്ടത്തെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിഹമോളിക്ക് ഒന്ന് സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചിട്ടു. എനിക്കും കിട്ടിട്ടോ. ഞാനിപ്പോൾ കയ്യെ കാണും. എൻ്റെ കാക്കാക്ക് ഞങ്ങളിപ്പോൾ നേരം തിന്നും. ഞങ്ങൾ പിന്നെ തറവാട്ടിലേക്ക് പോയി നോക്കിട്ടോ. അവിടെ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഷെയർ ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു.